ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ചാനലിൽ പുഷപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ എല്ലാ വീഡിയോസിലും ഞങ്ങൾ നോട്ടീസ് ചെയ്ത ഒരു കോമൺ ആയിട്ടുള്ള കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കൺസിസ്റ്റൻ്റായി പുഷപ്പ് ചെയ്യാറുണ്ട് എങ്കിലും മസിൽ ഗ്രോത്ത് ഉണ്ടാകുന്നില്ല എന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ ഇവർക്ക് വേണ്ടിയിട്ടാണ് റെഡി ആക്കിയിട്ടുള്ളത്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾ കോമൺ ആയി ചെയ്യുന്ന പുഷപ്പ് മിസ്റ്റേക്കുകളെ കുറിച്ച് പറഞ്ഞു തരാം. ഈ മിസ്റ്റേക്ക് നിങ്ങൾ തുടരെ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് മസിൽ ഗ്രോത്ത് ഉണ്ടാകാത്തത്. ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പുഷപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുട്ടുകൾ പുറത്തേക്ക് തള്ളിപ്പിടിക്കരുത്. ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് നോർമൽ പുഷപ്പ് ചെയ്യുന്ന ശരിയായ രീതി. എന്നാൽ നിങ്ങൾ കൈകൾ അധികമായി വൈഡാക്കി വെച്ച് വൈഡർ പുഷപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ കൈകൾ കൂട്ടിവെച്ച് ക്ലോസ് ഗ്രിപ്പ് പുഷപ്പ് ചെയ്യുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈമുട്ടുകൾ വളരെയധികം പുറത്തേക്ക് തള്ളിപ്പിടിക്കുന്നു. ഇതാണ് നിങ്ങൾ ചെയ്യുന്ന ആദ്യത്തെ വലിയ ഒരു മിസ്റ്റേക്ക്. പുഷപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും കൈകൾ കറക്റ്റാക്കി വെച്ച് കൈമുട്ട് പുറത്തേക്ക് നിൽക്കാതെ നോക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ മാത്രമാണ് നിങ്ങളുടെ ടാർഗറ്റ് മസിലായ ചെസ്റ്റ് മസിലിൽ ടെൻഷൻ ഫോക്കസ് ആവുകയുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങളുടെ മസിൽ ഗ്രോത്ത് ശരിയായി നടക്കുകയുമുള്ളൂ. ഇനി മിസ്റ്റേക്ക് നമ്പർ 2 എന്താണെന്ന് നോക്കാം. പലർക്കും ഉള്ള ഒരു സംശയമാണ്, പുഷപ്പ് ചെയ്യുമ്പോൾ കൈപ്പത്തി പുറത്തേക്ക് തിരിച്ചു വെക്കണോ അതോ ഉള്ളിലേക്ക് തിരിച്ചു വെക്കണോ എന്നുള്ളത്. ഒരുപാട് പേർ ഈ കാര്യത്തിൽ മിസ്റ്റേക്ക് വരുത്താറുണ്ട്. നിങ്ങൾ ഒരിക്കലും പുഷപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈപ്പത്തികൾ ഔട്ടർ സൈഡിലേക്കോ ഇന്നർ സൈഡിലേക്കോ ചരിച്ചു വെക്കരുത്. ശ്രദ്ധിക്കുക, നിങ്ങൾ എപ്പോൾ പുഷപ്പ് ചെയ്യുമ്പോഴും നിങ്ങളുടെ കൈപ്പത്തികൾ സ്ട്രെയിറ്റ് ആക്കിയാണ് വെക്കേണ്ടത്. ഇങ്ങനെ നിങ്ങൾ കൈപ്പത്തികൾ സ്ട്രെയിറ്റ് ആക്കി നേരെ ഫ്രണ്ടിലേക്ക് പോയിന്റ് ചെയ്തു വെച്ച് പുഷപ്പ് ചെയ്തു തുടങ്ങിയാൽ നിങ്ങളുടെ മസിൽ ടാർഗറ്റ് കറക്റ്റ് ആവുകയും കൃത്യമായി മസിൽ ഗ്രോത്ത് ഉണ്ടാകുകയും ചെയ്യും. അടുത്തതായി മിസ്റ്റേക്ക് നമ്പർ 3 നോക്കാം. ഇത് പൊതുവായി ഒരുപാട് പേർ വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്. നിങ്ങൾ ആദ്യമേ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ പുഷപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ചെസ്റ്റ് മസിൽസ് മാത്രമല്ല ഗ്രോ ആകുന്നത്, നമ്മുടെ ട്രൈസെപ്സ് മസിൽസും നന്നായി ഗ്രോ ചെയ്യുന്നുണ്ട്. പുഷപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈമുട്ടും ബോഡിയുടെ കൂടെ താഴേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങളുടെ ട്രൈസെപ്സ് മസിൽസിൽ വളരെയധികം പ്രഷർ നൽകുന്നു. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ കൈമുട്ടുകൾ മുകളിൽ തന്നെ വെച്ച് ബോഡി മാത്രമാണ് താഴേക്ക് കൊണ്ടുവരുന്നത് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ചെസ്റ്റ് മസിൽ വളരെയധികം പ്രഷർ ചെലുത്തും. സോ നിങ്ങൾ ഏത് മസിലാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് ചിന്തിച്ച് അതിനനുസരിച്ച് കൈമുട്ടുകളുടെ മൂവ്മെൻറ്റ് ശരിയായി ചെയ്യുക. മിസ്റ്റേക്ക് നമ്പർ 4, പലർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണയാണ് വളരെ സ്പീഡിൽ പുഷപ്പ് ചെയ്താൽ കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളത്. നിങ്ങൾ എപ്പോൾ പുഷപ്പ് ചെയ്യുകയാണെങ്കിലും എന്ത് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിലും വളരെ വേഗത്തിൽ ചെയ്യരുത്. പകരം സ്ലോ ആയി കറക്റ്റ് മൂവ്മെൻറ്റിൽ വേണം ചെയ്യാൻ. ഒരു പുഷപ്പ് ചെയ്യാൻ വേണ്ടി 1 സെക്കൻഡ് മുതൽ 3 സെക്കൻഡ് വരെ സമയമെടുക്കാവുന്നതാണ്. എങ്കിൽ മാത്രമേ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് മസിൽ ഗ്രോത്ത് ഉണ്ടാകുകയുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഒരു റിപ്പോർട്ട് കാണിച്ചു തരാം. ഈ റിപ്പോർട്ടിൽ ക്ലിയർ ആയി കാണാം, നിങ്ങൾ 1 സെക്കൻഡിൽ ഒരു പുഷപ്പ് ചെയ്യുകയാണെങ്കിൽ വളരെ കുറച്ച് മസിൽ ഗ്രോത്ത് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. എന്നാൽ നിങ്ങൾ 2 സെക്കൻഡ് എടുത്ത് ഒരു പുഷപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു മീഡിയം മസിൽ ഗ്രോത്ത് ഉണ്ടാകുന്നു. ഇനി നിങ്ങൾ 2.5 സെക്കൻഡ് എടുത്താണ് ഒരു പുഷപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം മസിൽ ഗ്രോത്ത് ഉണ്ടാകും. വിഷയത്തെ എപ്പോഴും ഓർമ്മയിൽ വെക്കുക. എപ്പോൾ നിങ്ങൾ പുഷപ്പ് ചെയ്യുകയാണെങ്കിലും സ്ലോ ആയി ചെയ്യുക. എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ മസിൽ ഗ്രോത്ത് വളരെ വേഗത്തിൽ നടക്കുകയുള്ളൂ. കൂടെ നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ എപ്പോൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിലും ഓരോ വർക്കൗട്ടിന് ശേഷവും ഹൈ പ്രോട്ടീൻ ഫുഡ് കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം പ്രോട്ടീൻ എന്നത് നമ്മുടെ മസിൽ ഗ്രോത്തിന് ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഘടകമാണ്. ഇനി ഈ മസിൽ ഗ്രോത്ത് സ്പീഡപ്പ് ആകാൻ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ. നമ്മുടെ ബോഡിയിൽ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് വളരെ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം മസിൽ ഫൈബേഴ്സ് ബ്രേക്ക് ആയിട്ടുണ്ടോ അത്രയും മസിൽ ഫൈബേഴ്സ് റിപ്പയർ ചെയ്യുന്നതിന് ഇത് വളരെയധികം സഹായിക്കും. അതുവഴി മസിൽ ഗെയിനും വളരെ പെട്ടെന്ന് തന്നെ നടക്കുന്നു. 5ാമതായി ചെയ്യുന്ന മിസ്റ്റേക്കാണ് ഷ്രഗ്ഗിംഗ് പുഷ്. കൂടുതൽ ആളുകളും എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവർ പുഷപ്പ് ചെയ്യുമ്പോൾ അവരുടെ ബോഡിയെ ഷ്രഗ് പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നു. ഷ്രഗ് എക്സസൈസ് ചെയ്യുന്നത് പോലെ നമ്മുടെ കഴുത്തിൽ നിന്നും ഷോൾഡേഴ്സ് പുറകിലേക്ക് ഉയർത്തി വളരെ സ്ട്രെയിനോടുകൂടി പുഷപ്പ് ചെയ്യുന്നു. വളരെ വലിയൊരു മിസ്റ്റേക്കാണ്. ഇങ്ങനെ ഒരിക്കലും പുഷപ്പ് ചെയ്യരുത്. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ബോഡിയെ സ്ട്രെയിറ്റ് ആക്കി വെച്ച് ഒരേ ലൈനിൽ വരുന്ന പോലെ നിർത്തി വേണം പുഷപ്പ് ചെയ്യാൻ. ഒരേ ലൈനിൽ വരുന്ന പോലെ നേരെ നിർത്തി വേണം പുഷപ്പ് ചെയ്യാൻ. ഇങ്ങനെ നിങ്ങൾ പുഷപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ടാർഗറ്റ് മസിൽസായ ചെസ്റ്റ്, ട്രൈസെപ്സ് എന്നീ ഭാഗങ്ങളിൽ വളരെയധികം ഫോക്കസ് ലഭിക്കുന്നു. ഈ വീഡിയോയിൽ ഒരുപാട് മിസ്റ്റേക്കുകളെ കുറിച്ച് പറഞ്ഞു. അതിൽ ഏതെങ്കിലും നിങ്ങൾ പുഷപ്പ് ചെയ്യുമ്പോൾ വരുത്താറുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാറ്റാൻ ശ്രമിക്കുക. മിസ്റ്റേക്ക് എല്ലാം മാറ്റി വീഡിയോയിൽ പറഞ്ഞ പോലെ ശരിയായി പുഷപ്പ് ചെയ്യാൻ തുടങ്ങിയാൽ
ഡെഫിനറ്റ്ലി 100% നിങ്ങൾക്ക് മസിൽ ഗ്രോത്ത് ഉണ്ടാകും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുക്കുക. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത ഇൻഫോർമേറ്റീവായ വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്ക് ഗുഡ് ബൈ.